മെക്സവനുമായി ബന്ധപ്പെട്ട വിവാദം തുടരുകയാണ്. ഇതിനിടെ മെക്സവന് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസും രംഗത്തെത്തുന്നു. പ്ലീസ് ഒന്ന് അവിടെ എവിടെയെങ്കിലും ചെന്നിരിക്കൂ. കോടീശ്വരന്മാരെ ഇങ്ങനെ ശല്യം ചെയ്യരുത് പ്ലീസ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഇന്ന് മെക്സവൻ വ്യായാമ കൂട്ടായ്മയുടെ ഭാഗമായി മലപ്പുറം ചേളാരിയിലാണ്. അദ്ദേഹം ഈ വ്യായാമ കൂട്ടായ്മയിൽ പങ്കെടുത്ത് നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. അഹങ്കാരം പറയല്ലോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റുന്നു. വിവാദമാണോ ഇവിടേക്ക് എത്തിച്ചത്? തീർച്ചയായിട്ടും വിവാദം വന്നപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ കേട്ടതൊക്കെ ശരിയാണ് പിള്ളേച്ച. ഇതൊരു നല്ല ആരോഗ്യ കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിൽ ജാതി മത രാഷ്ട്രീയ വർഗ വിവേചനമില്ലാതെ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. കാരണം ഇത് ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ടവരല്ല ഇതിനകത്ത് ഈ പങ്കെടുക്കുന്നത്. ഇതിനകത്ത് ഹൈന്ദവ വിശ്വാസികളുണ്ട്, ക്രിസ്തീയ വിശ്വാസികളുണ്ട്, മുസ്ലിം വിശ്വാസികളുണ്ട്. ഈ കൂട്ടായ്മയെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഇത് ബേസിക് ആയിട്ടുള്ള യോഗ, അതുപോലെ തന്നെ ജിമ്മിൽ പരിശീലിക്കുന്ന ബേസിക് എക്സസൈസ് ആണ് നമ്മൾ പരിശീലിക്കുന്നത്. എയ്റോബിക് എക്സസൈസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശീലിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തിനാണ് വിവാദം ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ശ്രീ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ബേപ്പൂരിൽ ഇത് പ്രചരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന്റെ ഒരു പ്രചാരകരായി മാറിയിട്ടുണ്ട്. അപ്പൊ എന്തിനാണ് കുറച്ചാളുകൾ മാത്രം ഇത് പ്രചരിപ്പിക്കരുത് എന്നും ഇതിനകത്തൊരു വർഗീയ ചാപ്പ കുത്താനും ശ്രമിക്കുന്നത് എന്തിനാണ്? മനസ്സില്ല, എനിക്ക് ഉറക്കെ പറയണം. അപ്പൊ അതിൽ ദുരുദ്ദേശമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയ്ക്ക് പിന്തുണ അതുകൊണ്ട് തന്നെ അർപ്പിക്കാനാണ് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. ഒരു ചിന്ന ചിക്കൻ കാരണം ഇപ്പോ RSSന്റെ ശാഖ നടത്തുമ്പോൾ ആ ആളുകൾക്കുണ്ടാകാത്ത ഇതാണ് ഇവിടെ മെക്സവൺ എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള വിവേചനവും ഇല്ലാതെ ഒരു ബേസിക് എക്സസൈസ് നടത്തുമ്പോൾ ഇവിടെ ഉണ്ടാവും. ഈ കൂട്ടായ്മ പ്രോത്സാഹിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഈ കൂട്ടായ്മ മുന്നോട്ട് കൂടുതൽ യൂണിറ്റുകളായി മുന്നോട്ട് പോകേണ്ടത് തന്നെയാണ്. ഒരു തരത്തിലുള്ള വർഗീയ ചാപ്പ കുത്താനും ഇതിനകത്ത് അനുവദിക്കപ്പെടേണ്ടതില്ല. അതെന്നെ ബേബിച്ചിട്ട് ഒരുമാതിരി മറ്റടുത്ത് വർത്താനം പറയണം. ഈ ഒരു ദുഷ്പ്രചരണം കൊണ്ട് ഉണ്ടായ പ്രശ്നം ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ സംഘപരിവാർ സൈബർ ഹാൻഡിലുകൾ ഇത് കൈകാര്യം ചെയ്യുന്ന രീതിയുണ്ട്. അവർ പറയുന്നത് ഇത് SDP-യുടെ നേതൃത്വത്തിലുള്ള ആയുധ പരിശീലനമാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഈ രോഗത്തിന് ചികിത്സയില്ല. ഇപ്പൊ ഏത് തരത്തിലുള്ള ആയുധ പരിശീലനമാണ് ഇവിടെ നടക്കുന്നത്? ഏത് തരത്തിലുള്ള ആയുധമാണ് ഇവിടെ കൈകളിലുള്ളത്? ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പങ്കെടുത്തു. ബേസിക് ആയിട്ടുള്ള എയറോബിക് എക്സസൈസും ബേസിക് ആയിട്ടുള്ള എക്സസൈസ് രീതികളുമാണ് ഇവിടെ പരിശീലിക്കുന്നത്. കാര്യമായിട്ട് പറയണം, കളി പറയേണ്ട കാര്യമല്ലല്ലോ ഇത്. അപ്പോൾ ആയുധ പരിശീലനമാണ് നടക്കുന്നത് എന്നുള്ള വ്യാജേന ഇന്ത്യയിൽ മുഴുവൻ വലിയ രീതിയിലുള്ള സംഘപരിവാർ ഹാൻഡിലുകളുടെ പ്രചരണം നടക്കുകയാണ്. കാരണം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അത് വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുകയാണ്. ആരാണ് അപ്പൊ ഈ പ്രചരണത്തിന് തുടക്കം കുറിച്ചത്? ഒരു BJP-കാരനല്ല ഈ പ്രചരണത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ പ്രചരണത്തിന് തുടക്കം കുറിച്ചത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആണ് എന്നുള്ളത് വളരെ ഗുരുതരമാണ്. പറ്റിപ്പോയി അണ്ണാ, എന്തൊക്കെയായാലും നമ്മൾ ഒരേ വർഗമല്ലേ. കണ്ടോ അണ്ണന്റെ ഒരു വർഗബോധം. കള്ളൻ ശ്രീ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇതൊരു ആരോഗ്യ സമ്പൂർണമായ കേരളത്തിലേക്ക് ഇത് മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറിക്ക് എന്താണ് കാര്യം ഇതിനകത്ത് വർഗീയ ചാപ്പ കുത്തേണ്ടത്? അതെന്താ അങ്ങനെ? അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ ഇതിനകത്ത് സംശയകരമാണ്. ഇത്രയ്ക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. ഈ നാട്ടിൽ വർഗീയ പ്രചരണം നടത്തിയാൽ ഞങ്ങൾ പ്രതിരോധിക്കും. ആ പ്രതിരോധത്തിന് മതേതര കക്ഷികൾ എല്ലാവരും ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. CPM പോലുള്ള പ്രസ്ഥാനങ്ങൾ ആ പ്രതിരോധത്തിന് മുൻപന്തിയിൽ നിൽക്കേണ്ട പ്രസ്ഥാനങ്ങളാണ്. എന്റെ പൊന്നുനായിട്ട് കാരണം നമ്മൾ ഇന്ത്യ മുന്നണി തന്നെ രൂപീകരിക്കപ്പെട്ടത് വർഗീയ പ്രചരണങ്ങൾക്കെതിരെയുള്ള പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ആ പ്രതിരോധം നമ്മൾ എല്ലാവരും ചേർന്ന് ഏറ്റെടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് പങ്കെടുക്കുന്നത്. നാളെ അടുത്ത ദിവസങ്ങളിൽ ശ്രീ AP അനിൽകുമാർ MLA ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും. ഇത് വർഗീയ പ്രചരണത്തിനുള്ള പ്രതിരോധത്തിന്റെ ഭാഗം കൂടിയാണ് ഞങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. ഷാജി ഏട്ടാ, ഇവിടെ എന്തായാലും മെക്സവന് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തുന്നു. ഈ മെക്സവനെതിരെ ദുരാരോപണം നടക്കുന്നു, വർഗീയ ആരോപണം നടക്കുന്നു. അതിനെ പ്രതിരോധിക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത്. ഷാജിയേട്ടാ, എന്നാടാ എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജിയേട്ടാ. എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക.